ഹായ് ഫ്രണ്ട്സ്, AV's ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റാം. ഇതിലേക്ക് വീറ്റ് ബ്രെഡും എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ 4 വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത ഭാഗങ്ങളൊന്നും കളയരുത്. ഇത് നമുക്ക് ബ്രെഡ് ക്രംസിനായിട്ട് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഈ ബ്രെഡിനെ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് പുഴുങ്ങി ഉടച്ചെടുത്തതാണിത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള പൊടിയായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുമ്പോൾ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഉപ്പും എരിവ് പോരെന്ന് തോന്നിയാൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ല സോഫ്റ്റ് ആയിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കി മാറ്റാം. ഒരു വലിയ ഉരുള കയ്യിലെടുത്ത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പാക്കി എടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ഷേപ്പാക്കുന്നത്. ഇതുപോലെ ഓരോന്നും ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതുപോലെ മുഴുവനും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ 9 റോൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു ഫോർക്ക് കൊണ്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ റോൾസും ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിൽ മുക്കി പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ ഓരോ ബ്രെഡ് റോൾസും തയ്യാറാക്കിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ളൊരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് റോൾസും ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിൽ നന്നായി ചൂടായ ശേഷം തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പുറംഭാഗം കരിഞ്ഞു പോവുകയും ഉൾഭാഗം വേണ്ടത്ര വേവാതാവുകയും ചെയ്യും. ഇപ്പോൾ ഇത് കളറൊക്കെ മാറി പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇതിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്